കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. എത്രാമത്തെ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ എന്താ പറയാന്നുള്ളത്. കറക്റ്റ് പറഞ്ഞാൽ എത്രാമത്തെ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ കറക്റ്റ് ഒരു വേർഡ് ഇല്ല. എന്താണെന്ന് അറിയില്ല, ഇംഗ്ലീഷിൽ അതിന് കറക്റ്റ് ആയിട്ട് ഒരു വേർഡ് ഇല്ല. എത്രാമത്തെ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 1 2 3 4 എന്ന സീക്വൻസ്, രണ്ട് സീക്വൻസ് ഉണ്ട്, 1 2 3 4, പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്. 1 2 3 4 എന്നുള്ള സീക്വൻസിന് നമ്മൾ കാർഡിനൽ നമ്പേഴ്സ് എന്ന് പറയാം. അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്നുള്ളതിന് ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറയാം. പിന്നെ ക്രൊണോളജിക്കൽ ഓർഡർ എന്നും പറയാം അതിന്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന വെച്ചാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണെന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ വാട്ട് ഈസ് ദ ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് നരേന്ദ്രമോദി ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് നരേന്ദ്രമോദി എമംഗ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഈ രണ്ട് രീതിയിലാണ് അത് ചോദിക്കുക. നമുക്ക് എത്രാമത്തേന്ന് കറക്റ്റ് ആയിട്ട് ഒരു വേർഡ് ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ PSCയിലും ബാങ്കിങ്ങിലും ഒക്കെ ക്വസ്റ്റ്യൻസിൽ ഈ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വരാറുണ്ട്. അതിന്റെ ഇന്നാളത്തെ ശശി തരൂർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടോ, ഇതിന്റെ ഒരു ഡ്രോബാക്കിനെ പറ്റി പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വേർഡ് ഇല്ല. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ അതിനൊരു വേർഡ് സംഭാവന ചെയ്യാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കറക്റ്റ് ഒരു വേർഡ് ഇൻവെന്റ് ചെയ്യേണ്ട പരിപാടിയിലാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ, ഞാൻ തരൂരിനെ ഒരു ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അതുപോലെ കലാമിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ഇംഗ്ലീഷിൽ പോകണമെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വീഡിയോസ് കണ്ടാൽ സിമ്പിൾ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കുറേ കാലം മുമ്പ് ഇങ്ങനെ കലാമിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കും, BBC-യിലായിരുന്നു. ഇറ്റ് വാസ് മോർ ദാൻ 15 years ago. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കലാമിനെ ഒരു BBC-യിൽ കറണ്ട് അഫയർ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ അവർ ബർത്ത്ഡേനെ പറ്റി സംസാരിച്ചപ്പം ഇൻസ്റ്റന്റ്ലി ആ സമയത്ത് തന്നെ കറണ്ട് ടാപ്പർ നമ്മുടെ കലാമിനോട് ചോദിച്ചു, സർ ക്യാൻ യു പ്ലീസ് ഡിഫൈൻ ബർത്ത്ഡേ. ഒറ്റ നിമിഷം പോലും ആലോചിക്കാതെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു മറുപടി കൊടുത്തു കലാം സർ. ദ ഓൺലി ഡേ ഇൻ യുവർ ലൈഫ്, ബർത്ത്ഡേന്റെ ഡെഫിനിഷൻ ആണ്, ദ ഓൺലി ഡേ ഇൻ യുവർ ലൈഫ് വെൻ യു ക്രൈഡ് ആൻഡ് യുവർ മദർ വാസ് സ്മൈലിംഗ്. ആദ്യം ഞാനൊരു മിനിറ്റിങ്ങനെ നിന്നു ശരിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ അതിന്റെ അർത്ഥം, ദ ഓൺലി ഡേ ഇൻ യുവർ ലൈഫ് വെൻ യു ക്രൈഡ് ആൻഡ് യുവർ മദർ വാസ് സ്മൈലിംഗ്. നമ്മളെ ലൈഫിൽ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ നമ്മൾ കരയുമ്പോൾ നമ്മളെ അമ്മ ചിരിക്കുന്ന ഒറ്റ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് ബർത്ത്ഡേ. ബർത്ത്ഡേ മീൻസ് ദ ഡേ യു ആർ ബോൺ, ബർത്ത് ആനിവേഴ്സറി അല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയത് കേട്ടിട്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, ആ മനുഷ്യനത് എത്ര നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. നമ്മൾ കരയുമ്പോൾ നമ്മളെല്ലാവരും ജനിച്ചു വീഴുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ കരയും. ആ സമയത്ത് നമ്മളുടെ അമ്മയുടെ മുഖത്തൊരു ചിരി ഉണ്ടാവും. ആ ഒരു ദിവസം മാത്രമേ നമ്മൾ കരയുമ്പോൾ അമ്മ ചിരിക്കുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമ്മൾ കരയുമ്പോൾ നമ്മളുടെ കൂടെ നമ്മളെ അമ്മ കരയും. അപ്പൊ അതാണ് പുള്ളി പറഞ്ഞത്, ബർത്ത്ഡേ ഇസ് ദ ഓൺലി ഡേ ഇൻ യുവർ ലൈഫ് വെൻ യു ക്രൈഡ് ആൻഡ് യുവർ മദർ വാസ് സ്മൈലിംഗ്. അല്ലേ? അപ്പൊ നമ്മൾ കലാം സാറിനെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെയുള്ള നല്ല നല്ല അഡ്വൈസസ്, അല്ലെങ്കിൽ നല്ല നല്ല സെന്റൻസസ്, നല്ല ഐഡിയാസ്, ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ആ ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഓർഡിനൽ സ്റ്റാറ്റസ് എന്നുള്ള എല്ലാവരും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും ഇംഗ്ലീഷുമായിട്ട് നമ്മുടെ സറൗണ്ടിങ്സിൽ ഇംഗ്ലീഷ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ടു ലേൺ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, താങ്ക് യു.